നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മോണയിൽ നിന്നുള്ള രക്തസ്രാവം അഥവാ ഗം ബ്ലീഡിങ്ങിനെ കുറിച്ചിട്ടാണ്. പലർക്കുമുള്ളൊരു പ്രശ്നമാണ് ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമൊക്കെ മോണയിൽ നിന്ന് രക്തം വരുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളെന്നും ഇതിനെ നമുക്ക് എങ്ങനെ തടയാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഏറ്റവും പ്രധാനമായ റീസൺ മോണരോഗമാണ്. അതുപോലെ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതി, ഹാർഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നതും മോണയെ ക്ഷതപ്പെടുത്താം. അതുപോലെ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ലൈക്ക് വൈറ്റമിൻ സി, വൈറ്റമിൻ കെ പോലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കൊണ്ടും മോണയിൽ നിന്ന് രക്തം വരാം. നമ്മൾ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യാതെ വരുമ്പോൾ പല്ലുകൾക്ക് ചുറ്റുമായിട്ട് വെള്ള നിറത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പാളി രൂപപ്പെടാം. ഇതാണ് പ്ലാക്ക്. ഇത് പ്രധാനമായും ഫുഡ് പാർട്ടിക്കിൾസും ബാക്ടീരിയാസും സലൈവയിലുള്ള ചില പ്രോട്ടീൻസും ഒക്കെ ചേർന്നിട്ടാണ് രൂപപ്പെടുന്നത്. സാധാരണയായി ബ്രഷ് ചെയ്താൽ പ്ലാക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. എന്നാൽ പ്ലാക്ക് ശരിയായി നീക്കം ചെയ്യാതെ വരുമ്പോൾ അത് മോണയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി മോണരോഗങ്ങൾക്ക് കാരണമാകും. ഈ പ്ലാക്ക് ദീർഘകാലം അവിടെ തന്നെ ഇരിക്കുമ്പോൾ അത് കട്ട പിടിച്ചിട്ട് കാൽക്കുലസ് അല്ലെങ്കിൽ ടാർട്ടാർ എന്നൊരു ഫോമിലേക്ക് മാറും. കാൽക്കുലസ് സാധാരണ ബ്രഷിംഗ് കൊണ്ട് പോകുന്നതല്ല. അപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ഒരു ഡെൻ്റൽ ക്ലീനിങ് ചെയ്താൽ മാത്രമേ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് മോണരോഗത്തിന് ലക്ഷണങ്ങളെന്ന് നോക്കാം. സാധാരണയായിട്ട് മോണ പിങ്ക് നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ മോണരോഗമുള്ളപ്പോൾ അത് നല്ല ചുവന്ന് കാണപ്പെടാം. ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ലക്ഷണം. പിന്നെ ബ്രഷ് ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മോണയിൽ നിന്നുള്ള രക്തസ്രാവം, അതുപോലെ വായിൽ നിന്ന് ദുർഗന്ധം, വേദന, മോണവീക്കം തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇതിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഏറ്റവും പ്രധാനമായി ദിവസവും 2 നേരം ബ്രഷ് ചെയ്യുക. ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക. ബ്രഷിംഗ് ചെയ്യുന്ന പോലെ പ്രധാനമായ ഒന്നാണ് ഫ്ലോസിംഗ്. പല്ലുകൾക്കിടയിൽ കുടുങ്ങുന്ന ഭക്ഷണങ്ങളും പ്ലാക്കും നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒരു നേർത്ത നൂലാണ് ഡെൻ്റൽ ഫ്ലോസ്. സോ ബ്രഷിങ്ങിനോടൊപ്പം ഫ്ലോസ് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. മോണരോഗം കൊണ്ടല്ലാതെ മോണിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ഒരുപക്ഷെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആകാം. അങ്ങനെയെങ്കിൽ വൈറ്റമിൻ സി കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം. ലൈക്ക് നാരങ്ങ, ഓറഞ്ച്, പപ്പായ, പേരയ്ക്ക, നെല്ലിക്ക, ചീര, ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. ശ്രദ്ധിക്കുക, മോണരോഗത്തിൻ്റെ ഈ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക. ഒരു ഡെൻ്റൽ ക്ലീനിങ് കൊണ്ട് ഈ അവസ്ഥയെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് മോണയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. എന്നാൽ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അണുബാധ താഴേക്കിറങ്ങുകയും പല്ലിൻ്റെ സപ്പോർട്ടിംഗ് ബോൺ, ലിഗമെൻറ്റ്സ് ഇതിനെയൊക്കെ ബാധിക്കാം. തുടർന്ന് എല്ല് ദ്രവിക്കുകയും അതോടൊപ്പം മോണ താഴേക്കിറങ്ങി പോവുകയും ചെയ്യും. തുടർന്ന് പല്ലിന് സെൻസിറ്റിവിറ്റിയൊക്കെ ഉണ്ടാകാം. എല്ല് ദ്രവിക്കുന്നത് കൊണ്ട് പല്ലുകൾക്ക് ചെറിയ ആട്ടം സംഭവിക്കുകയും പിന്നെ അത് ഇളകിപ്പോവുകയും ചെയ്യുന്നു. പ്രഗ്നൻസിയിലുള്ള ചില ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും ഡയബറ്റിസ് പോലുള്ള സിസ്റ്റമിക് കണ്ടീഷൻസിലും മോണരോഗം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഗർഭകാലത്ത് ഒരു ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ എളുപ്പത്തിൽ നമുക്ക് അതിനെ ചികിത്സിക്കാം. ഗർഭകാലത്ത് ചില ഡെൻ്റൽ ചികിത്സ ചെയ്യുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ പ്രമേഹമുള്ളവരിലും ഒരു 6 months കൂടുമ്പോഴെങ്കിലും ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുക. കാരണം പ്രമേഹമുള്ളവരിൽ മോണരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം മോണയുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വിശദമായി നോക്കാം.